ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലൊരു ഇറച്ചിച്ചോറായിട്ടാണ്. അതിനായിട്ട് ഞാൻ ദേ ഇവിടെ സവോള, ഒരു 4 സവോള, അതുപോലെ ഒരു തക്കാളി, ചുമന്നുള്ളി ചതച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചിട്ടില്ല, ഒടിച്ചിട്ടിട്ടുള്ളതാണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ബീഫാണ്. അതിനായിട്ട് ദേ ഈ ഒരു സൈസിൽ, അതായത് കറിയുടെ അല്ല, കുറച്ചുകൂടി വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കരൾ, നെയ്യ്, എല്ല് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പോൾ അതേ കഴുകി വാരി ഞാൻ ഇതിൽ വെച്ചേക്കുവാണ്. അപ്പോൾ അതിന് നമ്മൾ കുക്കറിലാണ് ചോറ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ വലിയൊരു 10 ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് ഞാൻ ആദ്യം ഇറച്ചി ഇട്ട് കൊടുത്ത്, അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച സവോള, അതുപോലെ പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ മസാലപ്പൊടി. ഇത് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. പിന്നെ മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം മുളക് പൊടി ഞാൻ ചേർക്കാറില്ല, എനിക്ക് ഈ ഒരു കളറിൽ കിട്ടുന്നതാണ് ഇഷ്ടം. മുളക് പൊടി ചേർത്ത വേറൊരു കളറാകും. പിന്നെ എരിവ് ഇനിയും വേണം എന്നുള്ളവർ പച്ചമുളക് കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അധികം പച്ചമുളക് ഇടാറില്ല, കാരണം എനിക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പച്ചമുളക് അധികം ഇടാറില്ല. അപ്പോൾ എരിവ് പിന്നീട് മുളക് പൊടി വേണ്ടവർക്ക് അത് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ എന്തെങ്കിലും ഇഷ്ടം അനുസരണം ഇട്ട് കൊടുക്കാം. പിന്നീട് ഞാനൊരു 3 ടീസ്പൂണ് അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇനി 1 ടീസ്പൂണ് 1-2 ടീസ്പൂൺ എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കേണ്ടവർക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ അധികം ഇടാനത് എന്താണെന്ന് വെച്ചാൽ ഈ ബീഫിൽ നെയ്യുണ്ടായി, അത്യാവശ്യം നെയ്യുണ്ട്. അപ്പോൾ ഒരു കുത്തലായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടാനത്. പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടവും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നീട് അതിനുശേഷം നമുക്കിനി ഇത് പ്രഷർ കുക്കറിൽ ആദ്യം ഇറച്ചി വേവിച്ച് മാറ്റണം. ഇറച്ചി ഒരു 4 വിസിൽ 5 വിസിലിൽ ഇറച്ചി ആദ്യം വേവിച്ച് മാറ്റണം. അപ്പോൾ ഇത് ഞാൻ ഇറച്ചി വേവിക്കാനായിട്ട് ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായി കേട്ടോ. അത് പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇറച്ചി വേവിക്കാൻ വെച്ച സമയത്ത് അരി എടുത്തു. അരി നമ്മൾ സാധാ അരി, സുലേഖ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 5 വിസിലിൽ ഞാൻ ഓഫാക്കി. ഇറച്ചി അത്യാവശ്യം വെന്തിട്ടുണ്ട്. വെള്ളം ഞാനൊരു ഇത്തിരി, അതായത് ഒരു ചെറിയ കുട്ടികളുടെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, അതെനിക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ അത്യാവശ്യം വെള്ളം, സവോളയിലെയും തക്കാളിയിലെ വെള്ളമൊക്കെ ആയിട്ട് അത്യാവശ്യം വെള്ളം ഇതിൽ കിടക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പം അരി ഞാനൊരു വലിയൊരു കപ്പ് അരിയാണ്, അതായത് 1 കിലോ അരി, 1 കപ്പ് അരിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് നമ്മൾ 2 കപ്പ് വെള്ളം എന്ന കണക്കിൽ ഒഴിക്കണം. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു 1/4 കപ്പോളം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 1.25 കപ്പേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഒഴിച്ച് ഒരു 1/4 കപ്പ് കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം കൂടി പോകരുത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിൽ വേണം. അപ്പോൾ കറക്റ്റ് ഒരു വിസിലിൽ ഞാൻ സംഭവം ഫ്ലെയിം ഓഫ് ചെയ്തു. ആവി നന്നായിട്ട് വിട്ട്, ആവി നന്നായി പോയ ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇറച്ചിച്ചോറ് ഇരിക്കുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി മല്ലിച്ചീര ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലായി. തിന്നിട്ട് പറ, അടിപൊളിയാണോ? അപ്പോൾ നല്ല അടിപൊളി ഡിഷാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. വിരുന്നുകാരൊക്കെ വന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്